Assalamu alaikum. Hi dears, how are you all? Let's start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, now we are studying chapter 5 holidays are fun. ഇല്ലേ നമ്മൾ ഏകദേശം 2-3 ക്ലാസ് ആയിട്ട് ഈ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടുഡേ വി ക്യാൻ ഡു ദ last portion of the lesson, page number 55 in studio textbook. Take and listen. Okay, the first one we have one activity. How did your parents spend their holidays when they were children? അതായത് നമ്മുടെ കമ്പാനിയൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റുഡിയോ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. പേജ് നമ്പർ 55. ടേക്ക് ആൻഡ് ലിസൺ ദ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് യുവർ പാരൻസ് സ്പെൻഡ് ദെയർ ഹോളിഡേയ്സ് വെൻ ദേ വെർ ചിൽഡ്രൻ? അതായത് നമ്മുടെ പേരൻസിൻ്റെ ഹോളിഡേയ്സ് എങ്ങനെയായിരുന്നു, അതായത് അവർ കുട്ടികളായിരുന്ന ടൈമിൽ അവരുടെ ഹോളിഡേയ്സ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അവരോട് ചോദിച്ചിട്ട് നമുക്ക് കമ്പാനിയൻ ടെക്സ്റ്റ് ബുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അനദർ ആക്ടിവിറ്റി. എ ഹോം മേക്കർ ഈസ് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഗോ ഔട്ട് ടു വർക്ക്. ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. ഹു ഡസ് നോട്ട് ഗോ ഔട്ട് ടു വർക്ക്. ഇപ്പോൾ ഹോം മേക്കർ എന്താണ്? ജോലിക്ക് വേണ്ടി പുറത്ത് പോകുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു? ബട്ട് മാനേജ് എ ഹോം ഫുൾ ടൈം. ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഹോം മേക്കർ ആരായിരിക്കും? നമ്മുടെ മദർ ആയിരിക്കും അല്ലേ. ഹു ഡസ് നോട്ട് ഗോ ഔട്ട് ടു വർക്ക്, പുറത്ത് വർക്കിന് പോകുന്നില്ല. ബട്ട് മാനേജ് എ ഹോം ഫുൾ ടൈം, ഫുൾ ടൈം നമ്മുടെ വീട് മാനേജ് ചെയ്യുന്ന ആളായിരിക്കും ആര്? ഹോം മേക്കർ. മീറ്റ് എ ഹോം മേക്കർ, ഒരു ഹോം മേക്കറിനെ മീറ്റ് ചെയ്യുക. ആസ്ക് ഹിം ഓർ ഹെർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇപ്പം സം മദേഴ്സ് ആർ വർക്കിംഗ്, ദ ടൈം എ ഹോം മേക്കർ കം ആൻഡ് മാനേജ് അവർ ഹോം അല്ലേ. അതായത് നമ്മുടെ വീട് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ ജോലിക്ക് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആസ്ക് ഹിം ഓർ ഹെർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ അയാളോട് എന്ത് ചെയ്യുക? അയാളുടെ ഹോളിഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് നമുക്ക് ചോദിച്ച് നമ്മുടെ കമ്പാനിയൻ ടെക്സ്റ്റിൽ എഴുതാം. ദെൻ പ്ലാൻ യുവർ സമ്മർ ഹോളിഡേയ്സ്. വി ഹാവ് അനദർ ആക്ടിവിറ്റി. നമുക്ക് നമ്മുടെ ഹോളിഡേ സ്പെൻഡ് ചെയ്യണം, സമ്മർ ഹോളിഡേ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വി ക്യാൻ ഡു ഇൻ ദാറ്റ് ടെക്സ്റ്റ് ബുക്ക്. ആൻഡ് നെക്സ്റ്റ് തിങ്സ് ഐ ഹാവ് ലേൺഡ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണോ പഠിച്ചത് അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കംപ്ലീറ്റ് ദ ഫോളോയിങ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് കോളം വി ഹാവ് ഹോളിഡേയ്സ് ഇല്ലേ. എന്താണ്? ഹോളിഡേയ്സ് ആണ് മെയിനായിട്ട് നമ്മൾ ലേൺ ചെയ്തത്. നെക്സ്റ്റ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ യു സേ ദ ആൻസർ? യെസ്, ബ്രേക്ക്. ഹോളിഡേയ്സ് ആർ ബ്രേക്ക് ഫ്രം one's dash. Say the answer. Holidays are break from one's daily routine. അപ്പോൾ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രേക്കാണ് ഫ്രം ഡെയിലി റുട്ടീൻ. അപ്പം if you write that column, what we write? Daily routine. DAILY ROUTINE. Daily routine. Then different ways ഉണ്ടല്ലേ. Different ways to spend holidays. Ways to spend holidays. There are different ways to spend holidays. പല തരത്തിൽ നമുക്ക് ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു കാര്യം എന്താണ്? സ്പെൻഡിങ് ടൈം അറ്റ് ഹോം. നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? മിസ്സിന് ഇവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് മിസ് ഇവിടെ എഴുതുവാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? വിസിറ്റിംഗ് പ്ലേസസ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ വിസിറ്റിംഗ് പ്ലേസസ് ചെയ്യാം അല്ലേ. വിസിറ്റിംഗ് പ്ലേസസ്
of entertainment like എന്താണ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഹോളിഡേയ്സ് എന്താണ്? ഹോളിഡേയ്സ് ആർ ബ്രേക്ക് ഫ്രം വൺസ് ഡെയിലി റുട്ടീൻ. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് വേസ് ടു സ്പെൻഡ് ഹോളിഡേയ്സ്. ഫസ്റ്റ് വൺ, സ്പെൻഡിങ് ടൈം അറ്റ് ഹോം. നമുക്ക് എന്ത് ചെയ്യാം? സ്പെൻഡിങ് ടൈം അറ്റ് ഹോം, നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാം. ദെൻ വിസിറ്റിംഗ് പ്ലേസസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ലൈക്ക്, നമുക്ക് കുറേ പ്ലേസുകൾ വിസിറ്റ് ചെയ്യാം. ഏതൊക്കെ പ്ലേസുകളാണ് നമ്മൾ പഠിച്ചത്? ക്യാൻ യു സേ? യെസ്, പാർക്ക് അല്ലേ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, ദെൻ റെസ്റ്റോറൻറ്റ്, ദെൻ പ്ലേ ഗ്രൗണ്ട്, ദെൻ സിനിമ ഹാൾ, ലൈക്ക് ദാറ്റ്. ഓക്കെ, we can write here park, then restaurant. We know the spelling of these words. Park we studied, restaurant, then cinema hall. Next endana? Playground, like that. Okay, do you complete that activity? Then next page, question time. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി, ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഹോളിഡേയ്സ് ഡാഷ് എസ് എ ബ്രേക്ക് ഫ്രം അവർ റുട്ടീൻ. ഹോളിഡേയ്സ് ഡാഷ് എസ് എ ബ്രേക്ക് ഫ്രം അവർ റുട്ടീൻ. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഡസ് നോട്ട് ഗീവ് ഓർ ഗീവ്. ഹോളിഡേയ്സ് നമുക്ക് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് നൽകുന്നു നമ്മുടെ റുട്ടീനിൽ നിന്നും. അത് ഡസ് നോട്ട് ഗീവ് നമുക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ ഗീവ് നമുക്ക് നൽകുന്നു. വിച്ച് ഇസ് ദ ആൻസർ? യെസ്, ഹോളിഡേയ്സ് ഗീവ് അസ്, എന്താണ് നമുക്ക് നൽകുന്നു അല്ലേ, ഗീവ് അസ് എ ബ്രേക്ക് ഫ്രം അവർ റുട്ടീൻ. അപ്പോൾ ഫസ്റ്റ് വണ്ണിലെ ആൻസർ ഈസ് ഗീവ്. റൈറ്റ് ദെയർ, give, G-I-V-E, give. Okay, second question, we go to different places of entertainment to dash. എന്താണ്? we go to different places of entertainment to dash. to work ആണോ, to relax and enjoy? എന്തിനാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് പ്ലേസിൽ പോകണ എന്തിനാണ്? to relax and enjoy. to relax അല്ലേ, നമുക്കൊരു റിലാക്സിന് വേണ്ടിയിട്ടാണ്. റിലാക്സ് ആൻഡ് എൻജോയ്, നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ വേണ്ടേ ലൈഫിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. തേർഡ് വൺ എന്താണ്? ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വി ഡു എവറി ഡേ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. എന്തിനെ പറ്റിയാണ് പഠിച്ചത്? റുട്ടീൻ ഓർ ഹോളിഡേ ഇസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വി ഡു എവറി ഡേ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുന്നത്? ഹോളിഡേ ആണോ റുട്ടീൻ ആണോ? റുട്ടീൻ ഇല്ലേ, റുട്ടീൻ, ROUTINE. ഫോർത്ത് വൺ, ഡാഷ് ഈസ് എ പ്ലേസ് വെയർ പീപ്പിൾ ഗോ ടു ബൈ ആൻഡ് ഈറ്റ് ഫുഡ്. അപ്പോൾ അതായത് ഏതാണ്? വിച്ച് പ്ലേസ് വെയർ വി ഗോ ടു ബൈ ആൻഡ് ഈറ്റ് ഫുഡ്? റെസ്റ്റോറൻറ്റ്. എന്താണ്? റെസ്റ്റോറൻറ്റ്. ഓക്കെ, second one, draw lines to match the activities to the places where we can do these activities. We can match match the following. First, to watch a movie. Second, to eat food. Third one, to play. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നിങ്ങളെല്ലാവരും മിടുക്കികളാണ്, മിസ്സിനെ അറിയാതെ. എങ്കിലും മിസ്സൊന്ന് ചെയ്ത് കാണിച്ചു തരാം. പ്ലേ ഗ്രൗണ്ട്, റൈറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? പ്ലേ ഗ്രൗണ്ട്, ദെൻ സിനിമ ഹാൾ, തേർഡ് വൺ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് കറക്റ്റ് ഒന്ന് മാച്ച് ചെയ്തേ. To watch a movie. Where we go to watch a movie? We go to watch a movie to cinema hall. We go to a cinema hall. Okay. First one,
match to second answer. Then to eat food. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സിനിമ ഹാൾ, ദെൻ റെസ്റ്റോറൻറ്റ്. യെസ്, വി ഗോ ടു എ റെസ്റ്റോറൻറ്റ്. ഓക്കെ. ദെൻ ടു പ്ലേ. പ്ലേ ചെയ്യാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പ്ലേ ഗ്രൗണ്ട്. ഓക്കെ. You match it correctly. Okay. Then we have some answer the following. I give that notes in your WhatsApp. Then take companion textbook, page number 25. All of you take. I give you one assignment in the previous class. Adile make a timetable of your daily routine. അപ്പം നിങ്ങൾ തനിയെ ചെയ്യണം. അത് എന്താണ്? ടൈം എഴുതണം. ആക്ടിവിറ്റീസ്, നമ്മൾ ഒരു ഡേയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നതെന്നുള്ളത് ആ ടൈം ആദ്യം മെൻഷൻ ചെയ്യുക. ദെൻ യു റൈറ്റ് ദാറ്റ് ആക്ടിവിറ്റി. യു ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ പാരൻസ്. ഓക്കെ. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഡെയിലി റുട്ടീൻ നിങ്ങൾക്കല്ലേ അറിയാവൂ. അപ്പോൾ നിങ്ങളത് കറക്റ്റിന് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 26. വി ഹാവ് വൺ മോർ ആക്ടിവിറ്റി. ടോക്ക് ടു ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ടോക്ക് ചെയ്യണം. ആസ്ക് ദം ഹൗ ദേ വിൽ ഫീൽ ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് എ ബ്രേക്ക് ഫ്രം ദിയർ റൂട്ടീൻ. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം. എന്താണ്? നമ്മുടെ ഫാദർ എന്നും ജോലിക്ക് പോകുന്ന ആളാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം. എന്താണ്? ഡെയിലി റുട്ടീനിൽ നിന്നും ഫാദറിനൊരു ബ്രേക്ക് കിട്ടുന്നുണ്ടോ? അതായത് ചില ഫാദേഴ്സിന് എന്നും വർക്കിന് പോകണം അല്ലേ. ചിലർക്ക് സം ഡേയ്സ് ദേ ഹാവ് ഹോളിഡേയ്സ്. ഓക്കെ. നെയിം ഓഫ് ദ പേഴ്സൺ. ആ പേഴ്സൻ്റെ പേര് എഴുതണം. എന്നിട്ട് ചോദിക്കണം, എന്നും ജോലിക്ക് പോകണോ അതോ ബ്രേക്ക് കിട്ടുമോ എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് ആ കോളത്തിൽ ഫില്ല് ചെയ്യണം. ഹൗ ഹീ ഓർ ഷീ വിൽ ഫീൽ ഇഫ് ഹി ഓർ ഷീ ഡസ് നോട്ട് ഹാവ് എ ഹോളിഡേ ഫോർ അറ്റ്ലീസ്റ്റ് 1 day ഓഫ് ദ വീക്ക്. അതായത് വീക്കിൽ ഒരു ഡേ എങ്കിലും ഹോളിഡേ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ എഴുതണം. അപ്പോൾ കിട്ടുമെങ്കിൽ എന്ത് എഴുതണം? യെസ്, വീക്കിൽ എത്ര ഡേയ്സ് ഹോളിഡേ കിട്ടുന്നു എന്നുള്ളത് ആ കോളത്തിൽ എഴുതണം. ഡസ് എവരിബഡി ഗെറ്റ് എ ഹോളിഡേ ഓൺ എ സൺഡേ? എല്ലാവർക്കും സൺഡേയിൽ ഹോളിഡേ കിട്ടാറുണ്ടോ? യെസ് ആണെങ്കിൽ യെസ് എഴുതുക, നോ ആണെങ്കിൽ നോ കോളത്തിൽ ടിക്ക് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 27. ഇൻ ദ സ്പേസ് ബിലോ പേസ്റ്റ് എ ഫോട്ടോ ഓഫ് യുവർ ഫാമിലി ടേക്കൺ ഓൺ എ വെക്കേഷൻ ഓർ ആൻ ഔട്ടിങ്. നമ്മൾ പുറത്തൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഫോട്ടോസ് ഇപ്പം നമ്മളെല്ലാവരും മൊബൈലാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ഔട്ടിങ്ങിന് പോയ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെടുത്ത് ഈ പേജിൽ എല്ലാവരും പേസ്റ്റ് ചെയ്യണം. ഇഫ് യു കനോട്ട് ഫൈൻഡ് എ ഫോട്ടോ യു മേ ഡ്രോ വൺ. നിങ്ങൾ പുറത്ത് പോകുന്ന ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് വരച്ച് അവിടെ ചേർക്കണം. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് കാണിക്കണം. എന്താണ്ടേ ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്ത് ഔട്ടിങ്ങിന് പോയ ഫോട്ടോ ആണിത്, ഇത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ്, ദ പ്ലേസ് ഐ ലൈക്ക് ടു വിസിറ്റ് ഇൻ മൈ ടൗൺ ഓർ സിറ്റി. വി റൈറ്റ് ഇൻ ദാറ്റ് സ്റ്റുഡിയോ ടെക്സ്റ്റ് ബുക്ക് ദിസ് ആക്ടിവിറ്റി. ദ പ്ലേസ് ഐ ലൈക്ക് ടു വിസിറ്റ് ഇൻ മൈ ടൗൺ. അതായത് നമ്മുടെ ടൗണിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം, വിസിറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള സ്ഥലം അവിടെ എഴുതണം. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാം? ബീച്ചോ പാർക്കോ എന്ത് വേണമെങ്കിലും എഴുതാം. ഡിസ്കസ് യുവർ ആൻസേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് യുവർ പാർട്ട്ണർ. ദ പ്ലേസ് യുവർ പാർട്ട്ണർ ലൈക്ക് ടു വിസിറ്റ് ഈസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ഥലം അവർക്ക് ഇഷ്ടമായതെന്നുള്ളത് ആ പേജിൽ ആ കോളത്തിൽ എഴുതണം. ഓക്കെ. പേജ് നമ്പർ 28 ആണ് കമ്പാനിയൻ ടെക്സ്റ്റ് ബുക്കിലെ. പേജ് നമ്പർ 28 നമ്മുടെ ടൗണിൽ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ബീച്ച്. എന്തുകൊണ്ടാണ് ബീച്ച് എല്ലാവർക്കും ഇഷ്ടം? ബിക്കോസ് ബീച്ചിൽ എന്ത് കാണാൻ പറ്റും? ഐ ക്യാൻ സീ ദ എന്ത് കാണാൻ പറ്റും? സൺസെറ്റ്. സൂര്യൻ്റെ അസ്തമയം നമുക്കവിടെ കാണാൻ പറ്റും. എന്ത് റീസൺ വേണമെങ്കിലും എഴുതാം. ഞാനിത് എഴുതിയതേ ഉള്ളൂ. അല്ലെങ്കിൽ ഐ ക്യാൻ പ്ലേ ഇൻ ദ സാൻഡ്. അവിടെ നമുക്ക് അവിടെ മണലിൽ കളിക്കാം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് എഴുതാം. ഐ ക്യാൻ സീ ദ സൺസെറ്റ്. സൂര്യാസ്തമയം കാണാം അല്ലേ നമുക്ക് ബീച്ചിൽ പോയാൽ നല്ല ഭംഗിയായിട്ട്. ഐ ലൈക്ക് ദിസ് പ്ലേസ് ബിക്കോസ് ഐ ഗോ ദെയർ ഓഫൺ. ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. മൈ ഫ്രണ്ട്സ് ലൈക്ക് ദിസ് പ്ലേസ്. എൻ്റെ ഫ്രണ്ട്സിന് ഈ സ്ഥലം ഇഷ്ടമാണ്. അതർ റീസൺസ്, മറ്റെന്തെങ്കിലും റീസൺ ആണ്. അപ്പം ഏതാണോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കോളം എന്ത് ചെയ്യുക? ടിക്ക് കൊടുക്കുക. ഓക്കെ. ഇനി ഒരു 2 ആക്ടിവിറ്റീസ് ആർ ദെയർ. വി ക്യാൻ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. സ്റ്റഡി വെരി വെൽ.
and read the textbook well. Okay, inshallah we can meet in the next class. Assalamu alaikum warahmatullahi.